അറിയോ ആ ചേച്ചീനെ? കഴിഞ്ഞ ദിവസം. വീഡിയോ പിടിച്ചാൽ നീ കുക്ക് ചെയ്യുമ്പോഴല്ലേ വീഡിയോ പിടിക്കുകയുള്ളൂ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ വീഡിയോ പിടിക്കുന്നില്ല എന്നാൽ പിന്നെ അങ്ങ് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ഇന്ന് അത്താഴത്തിനുള്ള കുക്കിങ്ങിലാണ്. ചേട്ടൻ സ്വന്തമായിട്ടാണ് ഇന്നത്തെ ജോലി മൊത്തം സ്വന്തമായിട്ടാണ് ചെയ്തത്. രാവിലെ മുതൽ പാവം പുഴുക്ക് പുഴുങ്ങി. ഇത് വൈകുന്നേരം മുട്ട കറണ്ട് പോയി. ആക്കൂ മുട്ട. വാവ് ആക്കൂ തലോടെ നോക്കുവാ ചേട്ടാ. ഒന്ന് തൊട്ടേരെ, ഒന്ന് തൊട് ചേട്ടാ. അത് പിണങ്ങി മാറ്റി പിടിച്ച് തൊടാത്തോണ്ട് നോക്ക. നീ മാറുന്ന ഇത് കഴിട്ടണമെന്നോ? എന്റെ കയ്യിൽ മുട്ടയുടെ ഇതാ ഉളുമ്പ. ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചേട്ടൻ്റെ പേർക്ക് പറഞ്ഞു, നീ വീഡിയോ പിടിച്ചാൽ നീ കുക്ക് ചെയ്യുമ്പോഴല്ലേ വീഡിയോ പിടിക്കുകയുള്ളൂ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ വീഡിയോ പിടിക്കുന്നില്ല എന്നാൽ പിന്നെ അങ്ങ് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ഇന്ന് അത്താഴത്തിനുള്ള കുക്കിങ്ങിലാണ്. ചേട്ടൻ സ്വന്തമായിട്ടാണ് ഇന്നത്തെ ജോലി മൊത്തം സ്വന്തമായിട്ടാണ് ചെയ്തത്. രാവിലെ മുതൽ പാവം പുഴുക്ക് പുഴുങ്ങി. ഇത് വൈകുന്നേരത്തെ പുഴുക്ക്. പിന്നെ കുറച്ച് ചിക്കനെല്ലാം കൂടെ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ നത്തോലി എന്ന ഒഴുക അല്ലെങ്കിൽ കൊഴുവ അല്ലെങ്കിൽ ചൂട, ഇതെല്ലാം ഒറ്റ മീനിൻ്റെ പേരാ. ഒരു മീൻ തന്നെ എത്ര പേരാ? എനിക്കാണെങ്കിൽ ഒരു പേരും കിട്ടി, വേറൊരു പേരും ഇല്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ചേട്ടൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരുകറി അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇപ്പോൾ കറണ്ട് പോയേക്കുക. കറണ്ട് ശരിക്കും പോയോന്ന് അറിയാനായിട്ട് ഞാൻ അപ്പുറം വരെ ഒന്ന് പോട്ടെ. ഇവൻ തന്നെ ഈ ടോർച്ചും തെളിച്ചിങ്ങനെ നടക്കണത്. വല്ലയിടത്തും പോയിരിക്കടാ. ഇവിടെ നോക്കിയാൽ അറിയാം. നീ നോക്കിയായിരുന്നോ? എന്നാ അത് കിടത്തി എനിക്ക് വീഡിയോ പിടിക്കണ്ടേ? ഇതെന്നാ മൂങ്ങയാ? ഓക്കെ. കറണ്ടൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ നല്ലൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മുടിയൊക്കെ കെട്ടി ചുവന്ന പൊട്ടൊക്കെ ഇവിടെ കുത്തി വെച്ചത്. അപ്പം നമ്മുടെ ലളിതാമ്മയുടെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്തതാണ്. ഈ വീട്ടിൽ വന്നിട്ട് ലളിതാമ്മയുടെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ട് ഈ വീട്ടിൽ വെച്ച് ലളിതാമ്മയുടെ ഒരു വീഡിയോ, അത് ഞാൻ ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ പാല്, പനീർ ഉണ്ടാക്കാനുള്ള പാല്. അപ്പോൾ ഇത് നമുക്ക് തൈരിലേക്ക് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞ പാല് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിങ്ങിലാണ്. അപ്പോൾ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് കപ്പപ്പുഴുക്കും ചിക്കൻ കറിയുമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പറയണോ? ഇതാ ഒന്നും മിണ്ടാത്ത. എൻ്റെ വീഡിയോ എടുക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേട്ടന്റെ വീഡിയോ എടുത്തപ്പോ ചേട്ടനൊന്നും മിണ്ടുന്നില്ലല്ലോ. എനിക്ക് മിണ്ടാൻ മേല, ഇടയ്ക്ക് ചുമ വരും. ഞാനൊരു കമന്റർ പറയണ ആളോ? അപ്പൊ നമ്മളിത് ഇന്നെല്ലാം റെഡിയാക്കി വെക്കും. നാളെ നമ്മുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ എല്ലാവരും ഏതമ്മച്ചിന്ന് ചോദിക്കും. ഇപ്പോൾ കുറേ അമ്മച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടൻ്റെ പെറ്റമ്മയുടെ ഓർമ്മ ദിനമാണ് കേട്ടോ. 2007 മരിച്ചത്. അപ്പം ഇപ്പം എത്ര വർഷമായി? 17.
എവിടെ പഠിക്കണം? അലസറിൽ പഠിക്കണേ. ആ 2017. 18 വർഷോ അല്ലേ? ഇല്ല, കറിയാപ്പുള്ളേനെ ഇതിനകത്തിട്ടായിരുന്നു, അതിനകത്തിട്ടില്ല. വർഷം 18 വർഷം. അന്ന് ചേട്ടൻ ഗൾഫുകാരനായിരുന്നു, ഇന്ന് ചേട്ടൻ ബിസിനസ്മാനാണ്. എന്താ ആ നോട്ടത്തിൻ്റെ അർത്ഥം? അപ്പോൾ ദാ ഇത് കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. നമ്മുടെ കറിവേപ്പില ആവശ്യത്തിനുണ്ട്, അതൊന്ന് അത്യാവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആകട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത് പച്ചക്കറി വാങ്ങിയപ്പോൾ നമ്മളങ്ങ് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ചേട്ടൻ എനിക്ക് പഞ്ചസാര വാങ്ങിച്ചു തന്നു, നെല്ലിക്ക വാങ്ങിച്ചു തന്നു. ഇതാട്ടോ നെല്ലിക്ക. ഇച്ചിരി നെല്ലിക്ക ഒപ്പം കൂട്ടി തിന്നണം. എനിക്ക് പ്രഷർ ലോയാണ്, ഷുഗർ ലോയാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ എനിക്ക് ഇന്നലെ ആപ്പിൾ വാങ്ങിച്ചു തന്നു. അപ്പോൾ അത് നമ്മൾ എടുത്ത്, എവിടെയാ ചേട്ടാ ആപ്പിൾ ഇരിക്കണേ? ഏത് സൈഡില്? ഓ, മുകളിലുണ്ടോ? അയ്യോ അത് കണ്ടില്ല, ഇതെടുത്തു. ഇപ്പോൾ വീണ്ടും ഫ്രിഡ്ജ് ടൂർ വെക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതേ ആപ്പിള് നമുക്കിത് കഴുകാം, എന്നിട്ട് കഴിക്കാം. തണുത്തിരിക്കുക, വലിയ തണുപ്പില്ലല്ലോ ചേട്ടാ. വലിയ തണുപ്പില്ലല്ലോ. ആ ഉണ്ട്. ഇത് ഈ പാത്രത്തിനകത്ത് പൊട്ടിച്ചിട്ടിട്ടില്ല. അത് ഡേറ്റ് കഴിഞ്ഞാന്ന് തോന്നുന്നു, അത് പിരിഞ്ഞു തുടങ്ങിയായിരുന്നു. ഒരെണ്ണം പൊട്ടിക്കാനുള്ളതുണ്ട്. ആ യെസ്, അത് പിന്നെ പോയതാണ്. പിന്നെ എന്താ ഡേറ്റ് നോക്കിയാൽ നമ്മൾ ഇവിടെ ബാക്കിൽ എവിടെയാ? 7/3/2026 വരെ ഇരിക്കും. പക്ഷെ ആ നാൾ എടുത്തപ്പോൾ അതിങ്ങനെ എന്തോ പൂപ്പല് പോലെ തോന്നി. ചേട്ടൻ്റെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയ കുക്കിംഗ് ആണ് കേട്ടോ. എന്നാ ആ കളഞ്ഞേരാ, ആ വെക്കണ്ട. ചേട്ടൻ മീൻ വറുത്തപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞു. മീനും കൂടെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറ് വെക്കണ്ട, അരി വെക്കണ്ടേ? ആ ചോറ് അത്ര ഇരിക്കുവാണല്ലോ, പട്ടി കൊടുക്കാൻ തീരുമോ? അറിയില്ല. എന്നാ അപ്പൊ ചേട്ടൻ്റെ കപ്പ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്ലേറ്റും കൊണ്ട് പോയി എങ്ങനെ ചേട്ടനെ വീഡിയോ പിടിക്കും ചേട്ടാ? ചേട്ടൻ എന്തെങ്കിലും ബോധം വേണ്ടേ? ഇല്ല, അതില്ലല്ലോ. അതുകൊണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അടുക്കള നിൽക്കുമോ? അതുകൊണ്ടെങ്കിൽ എന്നെ കെട്ടുമോന്ന് ചോദിക്കാ. അങ്ങനെയല്ല, ഞാൻ വല്ല കളക്ടറോ വല്ല മുഖ്യമന്ത്രിയോ ഇല്ലല്ലേ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിലെ പ്യൂണിങ്ങളാവോ? അത് പ്യൂണാവാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. പലവരമാണ് പോയില്ലേ. അപ്പോൾ ഇതാ ചിക്കൻ കറി, ചേട്ടൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ
കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോരും കൂട്ടാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം മോര് കൂട്ടാൻ, ഞാൻ തന്നെ വെച്ച മോര് കൂട്ടാൻ. ചൂടൻ വെള്ളം വേണം. യെസ്, ദാറ്റ് ഈസ് ചൂടുവെള്ളം. ചൂടുവെള്ളം ഞാൻ കുടിക്കുള്ളൂ. ചുമയാ ചേട്ടാ, എന്തോ പറയാനാ, ജീവിതമൊക്കെ ചുമച്ച് തീരുക. ചുമ്മാ പറയണ കേട്ടോ. ഞാൻ പറയണത് ആരും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഞാൻ പറയുന്നത് വേറും തമാശക്കേ എടുക്കാവുള്ളൂ. അപ്പം ഇങ്ങനെ നിന്നപ്പോൾ ഒരു KPS ലളിതാമ്മയുടെ എന്തെങ്കിലും ഒരു കട്ട് കാണുന്നുണ്ടോ? ഇത് ആനസൂട്ടന് വണ്ടിക്കൂലിക്കുള്ള ചില്ലറ പൈസ നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എന്താ, കടയുള്ളത് കൊണ്ട് പിന്നെ ചില്ലറ പൈസക്ക് ക്ഷാമമൊന്നുമില്ല. ഇതിനകത്തൊരു ഇത് 2 രൂപ. 5ഉം 10ഒക്കെ ഉണ്ടായിരുന്നത് മാറ്റി വെച്ച് നമ്മൾ കുടുക്കയിലിട്ടിട്ടുണ്ട്. ആനസൂട്ടൻ്റെ കുടുക്ക കാണിച്ചു തരാനായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ആനസൂട്ടൻ്റെ 2 കുടുക്കകളാണ് ഈ ഇരിക്കുന്നത്. ഒന്നതും ഒന്നിതും. പിന്നെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങൾ അപ്പുറയും 1 കുഞ്ഞ് ഇപ്പുറയായിട്ട് വിശാലമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇവരുടെ അമ്മയെ കാണാതെ പോയിട്ടുണ്ട്. അവളിപ്പോൾ തന്നെ കയറി വരുന്നതായിരിക്കും. അപ്പോൾ ആനസൂട്ടൻ്റെ ഫ്രണ്ട് ആനസൂട്ടന് പിടിച്ചു കൊടുത്ത മീമി കാണാം നമുക്ക്. ആ മീമി ഇതിലേക്ക് നടക്കുന്നുണ്ട്. ആൻസ് അത് ചെറിയൊരു അക്വേറിയമായിട്ടൊക്കെ സെറ്റ് ചെയ്ത്, ആൻസൂട്ടിന് അക്വേറിയമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ ഇട്ട് അതേ വരുന്നു ആൻസൂട്ടൻ്റെ മീമി. ആൻസിന് വലിയ ഇഷ്ടമാണ് കോഴി മീനൊക്കെ വളർത്തുന്നത്. അപ്പോൾ ദാ മീമി ഇതിൽ ഓടിക്കളിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഒരു മീമി സത്ത് പോയാച്ച്, എരന്ത് പോയാച്ച്, അത് പെടച്ച് താഴെ ചാടി. അവൻ നിറച്ച് വെള്ളം വെച്ചു. അവൻ നിറച്ച് കൈ മാറ്റേ അവൻ നിറച്ച് വെള്ളം വെച്ചു. ആ വെള്ളത്തിൽ മീനങ്ങ് പൊങ്ങി താഴെ പോയി. ഇവൻ അറിഞ്ഞുമില്ല. അപ്പോൾ അത് ആൻസൂട്ട് മീമി എല്ലാം ഗൂഢാലോചന നടത്തുന്നുണ്ട് അവിടെ പോയി കിടന്ന്. ഇവനെ എങ്ങനെ പുകച്ച് പുറത്തി അടിച്ച് നമുക്ക് തോട്ടിലേക്ക് പോകാം എന്നുള്ള ധാരണയിലാണ് ഈ മീമികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസൂട്ടൻ്റെ ഇന്നത്തെ വിശേഷം. ഓ എന്താ ചേല്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ചിന്തിക്കണേ ചേട്ടാ? ഇതൊന്ന് കോരിയിടാവോ? ഞാൻ വീഡിയോ പിടിക്കുക. ഫാനോ? ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടോ, എന്നിട്ട് ചുമ വരുവാണെങ്കിൽ ഞാൻ പറയും. അപ്പം ചേട്ടൻ്റെ ചക്കപ്പുഴുക്ക് അല്ലാതെ കപ്പപ്പുഴുക്ക്. എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ നാവ് വേറെ ആയി പോകും. എനിക്ക് എല്ലില്ലാതെ തന്നെ. നിനക്ക് വേണമല്ലേ? അമ്മച്ചിക്ക് കപ്പപ്പുഴുക്ക് വേണമെന്ന് ചോദിച്ചാടാ. ചല്ലടാ, അമ്മച്ചിക്ക് കപ്പപ്പുഴുക്ക് കൊടുക്കാൻ കൊള്ളൂല, ഷുഗർ കൂടുതലായതുകൊണ്ട്. ഇതിലെല്ലില്ലല്ലോ അല്ലേ? എന്നടാ പറഞ്ഞേ? ലെഗ് പീസ് ഇട്ടേക്കണേ. ഈ എല്ല് തന്നെയോ? വിളമ്പാൻ. പിന്നെ കേട്ടോ ചാറ് മതി എനിക്ക്.
ഞാൻ എടുത്തോളാം. കഥ പറഞ്ഞു. ഞാൻ കറി എനിക്ക് എടുക്കാൻ ഇഷ്ടം. അതിനാ തിന്നാ കുഴപ്പം. എന്നെ നോക്കി പഠിപ്പിക്കണേ. ഞാൻ ആഹാരം കഴിക്കാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. മൂടി വയ്ക്കാം. അടപ്പിലെടുത്തേ. വെള്ളം ചൂടായി കാണോ? ആ മറ്റേ കുഞ്ഞുങ്ങളുടെ കൂടെ വന്ന് കിടക്കണ്ട്. അതറിയില്ല, അറിയാൻ പാടില്ല. അതാ കുഞ്ഞുങ്ങളുടെ കൂടെ കയറി കുത്തിയിരിപ്പുണ്ട്. ആ ഇതോടുകൂടി കൊണ്ടുപോകാം. മീൻ അമ്മേ, മീൻ. ആരടി മീൻ ഇവിടെ വാങ്ങി? ഉണക്കപ്പെണ്ണ മാറാ, ചൂടവെള്ളം കൊണ്ടാ വന്നെ. ഏതാ ആ അടപ്പില? ഏതടപ്പില? എങ്ങോട്ടാ? മൊത്താ? എനിക്കവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട് ചേട്ടാ. നിനക്കാണോ ചൂടവെള്ളം? അവൻ നല്ലതൊന്നും പിന്നെ കുടിക്കൂലല്ലോ. അച്ഛനാ വരാത്ത? അപ്പോൾ ചേട്ടൻ്റെ കപ്പപ്പുഴുക്ക്. ഇല്ല, വിത്ത് മീൻ ഫിഷ്. ഓ എന്തുവാ, ചിക്കൻ കറി. ഇതായത് നമുക്ക് അഭിപ്രായമൊക്കെ പറയാം. അടിപൊളി ടേസ്റ്റ്. ഗ്രേവിയൊക്കെ നല്ല സൂപ്പർ, എരിവൊക്കെ പാകം അല്ലടാ? ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് ഞാൻ അഭിപ്രായം പറഞ്ഞത്, നിങ്ങളല്ലോ അഭിപ്രായം പറയണ്ടേ? എന്നാലും അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ചേട്ടൻ ഇവിടെ കട്ടത്തൈരുണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മൾ പിരിഞ്ഞ പാലൊക്കെ വെച്ച് ചേട്ടൻ ഇവിടെ കട്ടത്തൈരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റേ തൈര് പൊട്ടിച്ച് ചേർക്കണ്ടേ? നമ്മൾ ചില്ലുകുപ്പിയിലാണ് തൈരുണ്ടാക്കാനായിട്ട് വെക്കുന്നത്. നമ്മളിന്ന് തൈര് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേ മുകളിലിരിക്കണോ? അത് പാല് വെക്കണോടത്ത്. ചേട്ടനാണ് ഇന്നത്തെ കുക്കിങ്. ചേട്ടൻ്റെ അടുക്കളയിൽ ചേട്ടൻ കുക്ക് ചെയ്യുകയാണ്. ഇതെൻ്റെ അടുക്കളയായിരുന്നു. ഞാൻ കുറച്ച് നാളത്തേക്ക് ലീവാണ് അടുക്കളയിൽ നിന്നും. ഇനി എന്നും ചേട്ടൻ അടുക്കളയിൽ കയറി എനിക്ക് കുക്ക് ചെയ്ത് തരും, ഞാൻ കഴിക്കും. അല്ല ചേട്ടാ? പിന്നെ ചേട്ടൻ്റെ അതിനൊന്നും മടിയൊന്നുമില്ലാന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നതല്ലേ. ഇതെന്തോ കയ്യിലൊട്ട് പിടിച്ചിരിക്കുന്നേ? പശു അറക്കും പോലെയാണല്ലോ പാക്കറ്റ് പിഴിയുന്നത്. ചേട്ടന് കറവയൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത് കേട്ടോ. വെള്ളം ഒഴിക്കാൻ പോവാ? അത് വേണ്ട ചേട്ടാ, അത് വേണ്ട ചേട്ടാ, മൊത്തം വെള്ളമായി പോവും ചേട്ടാ. അതും തണുത്ത വെള്ളം. അതെന്തിനാ ചേട്ടാ അങ്ങനെ ഒഴിച്ചേ? ഇതുപോലൊന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഇത് ചുമ്മാ എന്തോ പിശുക്ക്, ഇത്രയും പിശുക്ക് പാടില്ല. ഒന്നാമത് വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒരു ടേസ്റ്റും ഇല്ല.
പിന്നെ ഇതായി കഴിയുമ്പോൾ ഒരു ഒറ്റ കുപ്പി എടുത്തൊരു കുലുക്കുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് കട്ടത്തൈര് എനിക്ക് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എനിക്ക് കട്ടത്തൈര് ഭയങ്കര ഇഷ്ടമാണ്, ചോറിലിട്ട് കൊഴാന്ന് കുഴച്ച് തിന്നാൻ. അവിടെയാണോ വെക്കണേ? അപ്പം നമുക്ക് അങ്ങോട്ട് ഒതുക്കി വെക്കാം. ഇവിടെ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടൻ പാത്രങ്ങൾ കഴുകുമ്പോൾ ഞാൻ ചോറ് വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ അരി അടുപ്പിലിട്ടിട്ടുണ്ട്. ഇല്ല, മൂടാൻ പറ്റൂല. മൂടാ. ചേട്ടൻ തന്നെ കുക്ക് ചെയ്ത് ചേട്ടൻ തന്നെ എടുത്തു, ചേട്ടൻ തന്നെ തന്നു, ചേട്ടൻ തന്നെ എല്ലാം ഇപ്പം സെറ്റ് ചെയ്ത് തരും. അല്ല ചേട്ടാ? തരുവാ ചേട്ടാ? ചേട്ടോ, അയ്യേ നനഞ്ഞതായിരുന്നു ഇവിടെ. ചേട്ടൻ തന്നെ ചേട്ടാ ഒന്നും മിണ്ടാത്ത. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ. ചേട്ടനല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞേ ഞാനെല്ലാം ചെയ്താൽ പിന്നെ വീഡിയോയിലൊന്നും കാണിക്കില്ലെന്ന്. എനിക്ക് മഞ്ഞ കപ്പ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കൊച്ച് മഞ്ഞ കപ്പയുടെ തണ്ട് കൊണ്ടുതരാന്ന്. ആ കപ്പ പുഴുങ്ങി കഴിയുമ്പോൾ മഞ്ഞ കളറിലിരിക്കുമെന്ന്. മഞ്ഞപ്പൊടി ഇടണ്ട ചേട്ടാ, ഞാൻ മഞ്ഞക്കപ്പ തിന്നിട്ടുണ്ട് കട്ടപ്പനേന്ന്. അതിൻ്റെ കപ്പക്കോല് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ചെറിയൊരു കോല് കൊണ്ടു തന്നാൽ മതി. 2 ചോട് നട്ടാൽ പിന്നെ അത് മൂത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നടാം. അവരെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞേ. അല്ല, കായംകുളം. അവർക്കൊത്തിരി കൃഷിയുള്ളതാ. അവരെ വല്യപ്പന് ഒത്തിരി കൃഷിയുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. അവന് ഏറ്റവും ഇഷ്ടം ചേമ്പ്, ചെറുക്കൻ കൊച്ചാ ക്രിസ്റ്റോ. മാങ്ങ കൊണ്ട് തന്നില്ലേ? ഞാനൊരു ദിവസം മാങ്ങ കൊണ്ടൊരു കൊച്ച് തന്നാന്നും പറഞ്ഞ. മാങ്ങാപ്പഴം കടയിൽ വെച്ച് ചെത്തി ഓർക്കണ്ടോ? അവൻ അല്ല, എനിക്ക് വേണം മിമി. പകുതി മതിയോ? തികഞ്ഞില്ലായിരുന്നു ഒന്നാള്. അപ്പോൾ മഞ്ഞ കളറ് കപ്പക്കോല് കൊണ്ടു തരാമെന്ന് പറഞ്ഞു. വീണ്ടും കറിവേപ്പിലേനെ എടുക്കാൻ പോവാണേ. അറിയാൻ പാടില്ല. കറിവേപ്പില എടുക്കാവോ? എന്നാ പണ്ടപ്പള്ളിയിലെ എടശ്ശേരി കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ഭാര്യ മരിച്ചുപോയി. പണ്ടപ്പള്ളിയിലെ എടശ്ശേരിയിലെ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ. അറിയോ ആ ചേച്ചീനെ? കഴിഞ്ഞ ദിവസം.
വാ ആ മുട്ട മുട്ട കറണ്ട് പോയി. മാക്കൂ മുട്ട. വാവ് മാക്കൂ കഴിച്ചോ തലോടെ പിന്നെ നോക്കുക ചേട്ടാ. ഒന്ന് തൊട്ടേരെ, കഴിച്ചോടാ എന്നാ. ഒന്ന് തൊട് ചേട്ടാ. അത് പിണങ്ങി മോൻ മാറ്റി പിടിച്ച് തൊടാത്തോണ്ട്. മാറാ നോക്ക നീ മാറുന്ന ഇത് കഴിട്ടന്നെ വന്നോ. എൻ്റെ കയ്യിൽ മുട്ടയുടെ ഇതാ ഉളുമ്പ. അപ്പോൾ ദേ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ചുമയുടെ മരുന്നും കഴിച്ചു. പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തേക്കുക. അതുകൊണ്ട് അതവിടെ തീറ്റ തിന്നട്ടെ. അപ്പം ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിൽക്കുന്നത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം അമ്പത്തത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. ഒരു വൈ തന്നിട്ട് പോ ചേട്ടാ. ഇത് 4 രൂപ മണപ്പുറത്ത് കണ്ട പരിചയമില്ലാതെ. ഞാൻ പറഞ്ഞോളല്ല, ചേട്ടൻ്റെ വച്ച പറ. ഹായ് ചേട്ടൻ്റെ വച്ച പറ. പിന്നെ ഞാനെങ്ങനെ പറഞ്ഞത്? ഹായ് ബൈ ബൈ ബൈ. ആ